സദാചാര ഗുണ്ടായിസം എന്നുള്ള പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒരു ആശുപത്രിയിൽ പോയിട്ട് കാറിൽ വരുമ്പോൾ ഒരു സ്ഥലത്ത് ഒതുക്കി അതിന് ഭാര്യയുടെ BP ഇതാണതിനാൽ ഒരു സ്ഥലത്ത് ഒതുക്കിയപ്പോൾ ഒരു പെൺകുട്ടിയും ഒരു അമ്മയും കൂടെ വന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും അവിടെ സദാചാര ഗുണ്ടായിസത്തിൻ്റെ രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം വലിയ അവരുടെ തിരിച്ച് ഇവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇവരുടെ വീഡിയോ ഇതിനകത്തിരുന്ന ഈ വയ്യാത്ത പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഫോട്ടോ വീഡിയോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചാരം ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ സദാചാര ഗുണ്ടായിസമാണോ, അത് നമ്മുടെ ജനങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തി നോക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കൂടുതലുണ്ട്. അത് ഒരു കാറിന് നിർവഹണം തന്നെ പലപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു പബ്ലിക്കായിട്ടും ഒരു സ്ഥലത്ത് നിർത്തി ഇടുമ്പോൾ അങ്ങനെയല്ല, തിരിച്ച് ഒരു സ്ഥലത്ത് ഒരു കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പ്രൈവറ്റായിട്ടും ഒരു സ്ഥലത്ത് നിർത്തിയിടുമ്പോൾ അത് പബ്ലിക് പ്ലേസ് ആയിട്ടും മാറും എന്നൊക്കെ പറഞ്ഞ് ആൽക്കഹോൾ ഇതിനകത്ത് ബിവറേജസിൻ്റെയൊക്കെ നിയമത്തിലൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു കാർ ഒരു സ്ഥലത്ത് നിർത്തിയിടുമ്പോൾ അതൊരു പബ്ലിക് പ്ലേസാണ്. അപ്പോൾ ഈ പെൺകുട്ടി അവരുടെ വീടിന് മുമ്പിലാണ് ഈ കാർ നിർത്തിയിട്ടത്. അപ്പോൾ ആ കാറിനകത്ത് ഇവർ ഭാര്യയും ഭർത്താവിനെയും കോംപ്രമൈസിങ് പൊസിഷനിൽ കണ്ടു എന്നാണ് പെൺകുട്ടി പറയുകയും ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടുകയൊക്കെ ചെയ്തു. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറി. അപ്പോൾ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഈ പെൺകുട്ടിയുടെ ഈ സദാചാര ഗുണ്ടായിസം എന്ന് പറഞ്ഞ് കാണിക്കാൻ വന്നു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ പടം എടുക്കുകയും അതിൻ്റെ അമ്മയുടെ പടം എടുക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി പ്രചാരം ശ്രദ്ധിക്കുകയും ചെയ്തു. ആ പെൺകുട്ടിക്ക് അത് അപമാനപരമായി തീർന്നു. ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ ഒത്തിരി പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസം കൊണ്ട് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നു. അത് തികച്ചും തെറ്റായ കാര്യം തന്നെയാണ്. എന്തു തന്നെയായാലും ഒരു പെൺകുട്ടിയുടെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റുകളും കാര്യങ്ങളും ഇടുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ എന്തിന് ഇടപെട്ടു എന്ന് ചോദിച്ചാൽ അത് ഒരു തെറ്റാണ്. അവർ തിരിച്ചൊരു കംപ്ലയിൻറ്റ് കൊടുത്താലും അതും വേണം നിലനിൽക്കത്തക്കതാണ്. അവർ ഒരു പ്രൈവറ്റ് പ്ലേസിൽ അവരുടെ ഭാര്യയ്ക്ക് വയ്യാതെ വന്നപ്പോൾ നിന്നു, അവരുടെ കാര്യങ്ങൾ ഇടപെട്ടു, അവരെ മാനം കെടുത്തുന്ന രീതിയിൽ അവരെ കോംപ്രമൈസിങ് പൊസിഷനിൽ കണ്ടു എന്ന് പറഞ്ഞ് അവരൊരു കൗണ്ടർ കേസും വേണേൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ കേസുകൾ വരാവുന്ന ഒരു സംഭവം കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ വയ്യാതെ അവിടെ ഇരുന്നപ്പോൾ അവരെ അപമാനിക്കത്തക്ക രീതിയിൽ അപ്പോൾ തിരിച്ച് വീഡിയോ പിടിച്ചതിന് വേണമെങ്കിൽ ആ പെൺകുട്ടിക്കും കേസ് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സദാചാര കാര്യങ്ങൾ വളരെ ഉത്സുകരാണ്. മറ്റുള്ളവരുടെ പ്രൈവറ്റ് ലൈഫിൽ നമ്മൾ വളരെ ഉത്സുകരാണ്. ഇമ്മോറൽ ട്രാഫിക് ആക്ട് വരെ നമ്മൾ പൊളിച്ചെഴുതിയിട്ടുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടമാണെങ്കിൽ അവർക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ലാതെ നിയമം തന്നെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ഇമ്മോറൽ ട്രാഫിക് ആക്ട് ആണല്ലോ, അതിനകത്ത് ഒത്തിരി നിർവചനങ്ങൾ അതിനകത്ത് കാര്യമായി പറയുന്നുണ്ട്. അതെല്ലാം അബോളിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മളൊരു ഫ്രീ സമൂഹത്തിൽ എന്നുള്ളതിൽ നമുക്ക് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനൊക്കെ കുറവ് വരാത്ത രീതിയിൽ നിയമങ്ങളെയൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ സഞ്ചരിക്കാനുള്ള ഫ്രീഡത്തെ തടസ്സപ്പെടുത്തിയതും ഒക്കെ തന്നെ അതും തെറ്റാണ്. ആ പെൺകുട്ടിയുടെ വീഡിയോ എടുത്ത് അതിനകത്തിട്ടതും മോശമായ കമൻറ്റുകൾ അതിൻ്റെ ഇടയിൽ കൊടുത്തവരെല്ലാം അതും ശിക്ഷാർഹമാണ്. ഇങ്ങനെയുള്ള ഒരു വൈസ് വേഴ്സ ഇഷ്യൂസ് അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ അന്യരുടെ കാര്യങ്ങൾ തലയിടാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാറൊക്കെ ഒരു പ്രൈവറ്റ് പ്ലേസായിട്ട് നമുക്ക് കരുതാം. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് കുറ്റകൃത്യമാണെങ്കിൽ നമ്മൾ തടയാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില്ലൊട്ടിക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അല്ലാത്ത രീതിയിൽ കാണുന്നതൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാനും ബഹളം ഉണ്ടാക്കാനും പോകേണ്ട.